ഒട്ടേറെ ശാസ്ത്രീയമായിട്ട് പണിയേണ്ട ഒരു പാതയാണത്. ഇവിടെ ധൃതി പിടിച്ച് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി 60 കിലോമീറ്റർ പാത ഈ റോഡ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളൊരു സർക്കാരിൻ്റെ ഒരു പുതിയ നയം തന്നെ. 4ാം വാർഷികം ആഘോഷിക്കുന്ന സർക്കാരിന് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള ആകർഷത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഇവിടെ ശാസ്ത്രീയമല്ലാത്ത ലെവലിൽ ഈ പാത ഈ റോഡ് പണിഞ്ഞിട്ടുള്ളത്. ഇവിടെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളോ ജനങ്ങളുടെ ആവശ്യങ്ങളോ ഒന്നും പരിഹരിക്കാതെ, കാരണം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ചർച്ച നടത്തിയിട്ട് ഞാനുമായി ഇതിൻ്റെ എഞ്ചിനീയറുമായി സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത്, കാരണം നേരത്തെ ഇത് അക്വയർ ചെയ്തിട്ടുള്ളത് മേലക്കൂടിയായിരുന്നു റോഡ്. പക്ഷേ പിന്നീടത് ഇവിടെ ഈ മെറ്റീരിയൽസിൻ്റെ ദൗർബല്യം കാരണം ഇവർ പൊട്ടിപ്പൊളിച്ച് താഴോട്ട് കൂടിയാക്കി. അപ്പോൾ ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടായിട്ട് പോലും ജനങ്ങളുമായി സംവാദിക്കാതെ, ജനങ്ങളുമായി ഒരു ആശയവിനിമയം നടത്താതെ ഈ പണിഞ്ഞ ഈ റോഡ് വളരെ അത്രയും വളരെ അങ്ങേയറ്റം ഡേഞ്ചറിലാണ് ഇത് കിടക്കുന്നത്. കാരണം എന്തുകൊണ്ട് എപ്പോഴും എന്ത് അപകടം സംഭവിക്കാം. ഇപ്പോൾ കോഴിക്കോട് മരാമനഘാട്ടിൽ നിന്ന് വളാഞ്ചേരി എത്തുമ്പോഴേക്കും എത്രയോ ഇതുമാതിരി ഹൈറ്റിലുള്ള പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു മഴ വന്നപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് മഴ പെയ്യാനുണ്ട്. 6 മാസത്തോളം മഴക്കാലമാണ് നമുക്ക് വരാൻ പോകുന്നത്. ഈ മഴക്കാലത്തൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു ദൃശ്യവുമില്ല. കാരണം കൊണ്ട് ഒരുപാട് വീടുകൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടും ജനങ്ങൾ അത്രയേറെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ശരിക്ക് ഒരുപാട് പ്രവാസികൾ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. അതൊക്കെ ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡും കൂടി ആയതുകൊണ്ട് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ടുകൊണ്ട്, കേരള സർക്കാർ ഇടപെട്ടുകൊണ്ട്, കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി ഇടപെട്ടുകൊണ്ട് പരിഹരിക്കണം. കാരണം ഉദ്ഘാടനത്തിന് മാത്രം കാത്തിരിക്കുന്ന രീതിയല്ല വേണ്ടത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇത്രയും റോഡ് ഇങ്ങനത്തെ രഹസ്യമായി പണിതിട്ടുണ്ടെങ്കിൽ അതുമായി അതിനെ ബന്ധിട്ട് ഭൂരേഖ ശരിക്കും പരിശോധിക്കാതെ, കാരണം മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ പണിയുന്ന മാതിരിയല്ല കേരളത്തിലെ ഭൂരേഖ കിടക്കുന്നത്. കുന്നും മലയൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ മണ്ണിട്ട് താഴ്ത്തുമ്പോൾ വർഷങ്ങളോളം കിടന്ന ആ മണ്ണ് അമർന്നതിന് ശേഷം മാത്രമേ അവിടെ റോഡ് നിർമ്മിക്കാൻ പാടുള്ളൂ. ഇവിടെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇതുവഴി പോകുമ്പോൾ റോഡിന് ഇതേമാതിരി താഴ്ന്നു കിടന്ന സ്ഥലം ഒരു മാസത്തിനുള്ളിൽ മണ്ണ് നിരത്തി റോഡിൻ്റെ ശാസ്ത്രം കഴിഞ്ഞ് വണ്ടി തുറന്നു കൊടുത്തു. അപ്പോൾ ഇത്രയും ഏറെ ശാസ്ത്രീയമായിട്ടുള്ള ഈ പണിതുകൊണ്ട് ജനങ്ങൾക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇനിയുള്ള കാലങ്ങളിൽ വരാൻ പോകുന്നത് മഴയുടെ സീസണാണ്. ഈ മഴ വന്നു കഴിഞ്ഞാൽ എന്താകും എന്നുള്ള ഭീതിയിലാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ മുഴുവൻ. പാലച്ചിറമാട് മുതൽ രാമനാട്ടുകര വരെയുള്ള കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒട്ടേറെ പാലങ്ങളും തോടുകളൊക്കെ വെട്ടിമുറിച്ചുകൊണ്ടാണ് ഈ റോഡ് പോയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് സർക്കാർ പരിശോധിക്കണമെന്നും കളക്ടർ ഇടപെട്ട് ഇവരുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് പരിഹാരമുണ്ടാക്കണമെന്നാണ് ജനപ്രതിനിധികളെന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്.